അതിലെ പാർട്ട് 7 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 കണക്ക്. ഒരാൾ 10,000 രൂപ ഭാഗിച്ച് 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 8% 9% ആണ് വാർഷിക പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതികളിൽ നിന്നുമായി 875 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ആകെ നിക്ഷേപിച്ച രൂപ 10,000 രൂപയാണ്. അത് 2 പദ്ധതികളിലായിട്ടാണ് നിക്ഷേപിച്ചത്. ഒന്നാമത്തെ പദ്ധതിയിൽ എത്രയാണ് നിക്ഷേപിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഒന്നാമത്തെ പദ്ധതിയിൽ നിന്ന് 8% പലിശ കിട്ടിയിട്ടുണ്ട് ഒരു വർഷം കൊണ്ട്. രണ്ടാമത്തെ പദ്ധതിയിൽ നിന്ന് 9% പലിശ കിട്ടിയിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് 8% 9% പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്ര രൂപയാണ്, ഓരോ പദ്ധതിയിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക എക്സ് എന്ന് എടുക്കാം. ഒന്നാമത്തെ പദ്ധതിയിൽ എക്സ് രൂപയാണ് നിക്ഷേപിച്ചതെങ്കിൽ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 10,000 മൈനസ് എക്സ് ആയിരിക്കും. കാരണം ആകെ 2 പദ്ധതികളിലും കൂടി 10,000 രൂപയാണ് നിക്ഷേപിച്ചത്. ആദ്യത്തെ പദ്ധതിയിൽ എക്സ് രൂപ നിക്ഷേപിച്ചാൽ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 10,000-ൽ നിന്ന് എക്സ് കുറച്ച് കിട്ടുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക നമുക്ക് 10,000 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി ഒന്നാം പദ്ധതിയിൽ നിന്ന് കിട്ടിയ പലിശ എത്രയാന്ന് നോക്കാം. 8% പലിശയാണ്. അപ്പോൾ ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക എക്സ് ആണല്ലോ. എക്സിൻ്റെ 8%, എക്സ് ഗുണിക്കണം 8/100. എക്സ് ഗുണിക്കണം 8/100 എന്നുള്ളത് എക്സ് ഗുണിക്കണം 8x/100 എന്ന് എഴുതാം. അടുത്തതായി രണ്ടാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ. രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 10,000 മൈനസ് എക്സ് ആണ്. അപ്പം 10,000 മൈനസ് എക്സിൻ്റെ 9%. 10,000 മൈനസ് എക്സ് ഗുണിക്കണം 9/100. 10,000-നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 90,000 മൈനസ് 9-നെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ 9x/100. അപ്പോൾ ഇതാണ് രണ്ടാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ. ഒന്നാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ ഇത് 8x/100. ആകെ പലിശ കിട്ടിയത് 875 രൂപയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 8x/100 കൂട്ടണം ഈ 90,000 മൈനസ് 9x/100. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 875 രൂപ കിട്ടണം. അപ്പോൾ നമുക്കത് എഴുതാം. 8x/100 ഇത് ഒന്നാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ കൂട്ടണം രണ്ടാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ സമം 875. കാരണം 2 പദ്ധതിയിൽ നിന്നുമായി 875 രൂപയാണ് പലിശ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ്. അപ്പോൾ ഇതിൻ്റെ ഛേദം രണ്ടും തുല്യമാണ്. അപ്പോൾ നമുക്ക് അംശം കൂട്ടിയിട്ട് അതേ ഛേദം എഴുതിയാൽ മതി. അതായത് 8x കൂട്ടണം 90,000 മൈനസ് 9x ബൈ അതേ ഛേദം 100 ഈക്വൽസ് 875. ഇനി ഇത് ക്രിയ ചെയ്യാൻ ക്രോസ് ആയിട്ട് ഗുണിക്കാണ് വേണ്ടത്.
അതായത് 875 100 കൊണ്ട് ഗുണിക്കണം. ഈ ഈ സംഖ്യയെ ഇവിടെയുള്ള ഇതിൻ്റെ ഛേദം കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഛേദം ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഛേദം 1 ആയിരിക്കും. 875 ഛേദം എപ്പോഴും 875/1 ആയിരിക്കും. അപ്പോൾ ഇതിനെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് തന്നെയാണല്ലോ കിട്ടുക. ഈ സംഖ്യയെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 8x കൂട്ടണം 90,000 മൈനസ് 9x എന്ന് തന്നെ കിട്ടും. സമം 875 100 കൊണ്ട് ഗുണിച്ച സംഖ്യ. 875 ഗുണിക്കണം 100. ഇത് ക്രിയ ചെയ്യുമ്പോൾ 8x നിന്ന് 9x കുറച്ചാൽ 1x ആണ് കിട്ടുക, മൈനസ് 1x. 8 നിന്ന് 9 കുറക്കേണ്ടത്. അപ്പം ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുമ്പോൾ മൈനസ് വരും. 9 നിന്ന് 8 കുറച്ചിട്ട് മൈനസ് ഇട്ടാൽ മതി. 9 നിന്ന് 8 കുറക്കുമ്പോൾ 1 മൈനസ് 1x എന്ന് കിട്ടും. മൈനസ് 1x കൂട്ടണം 90,000 സമം 875 100 കൊണ്ട് ഗുണിച്ചാൽ 875 മുന്നിൽ 2 0 എഴുതുന്ന സംഖ്യയാണ്. അതായത് 87,500. ഇനി മൈനസ് 1x സമം ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 87,500 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 1 കിട്ടാൻ മൈനസ് 1x കിട്ടാൻ ഇതിൽ നിന്ന് ഇത് കുറക്കണം. 87,500 കുറക്കണം 90,000. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയത് കൊണ്ടാണ്, ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നത്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നത്. മൈനസ് 1x സമം 87,500 കുറയ്ക്കണം 90,000. 87,500 നിന്ന് 90,000 കുറയ്ക്കാൻ ഈ 90,000 നിന്ന് 87,500 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇട്ടാൽ മതി. ഇവിടെ കുറച്ചിട്ടുണ്ട്. ഉത്തരം 2,500 കിട്ടുക. അപ്പം 2,500 മൈനസ് 2,500 എന്ന് എഴുതണം, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചതുകൊണ്ട്. അപ്പോൾ മൈനസ് x സമം മൈനസ് 2,500, x സമം 2,500 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 2,500 രൂപയാണ്. അപ്പോൾ രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക ആകെ നിക്ഷേപിച്ച തുകയിൽ നിന്ന് 2,500 കുറച്ചാൽ മതി. ആകെ നിക്ഷേപിച്ച തുക 10,000 രൂപയാണ്. 10,000 നിന്ന് 2,500 കുറച്ചാൽ 7,500 രൂപ. ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം 2,500, രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക സമം 7,500 എന്നും എഴുതുക. ഇതേപോലെയുള്ള വേറെ ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതികളിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അതേ ചോദ്യം തന്നെയാണ്, സംഖ്യകൾ മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ആകെ നിക്ഷേപിച്ച രൂപ 1,00,000 രൂപയാണ്. ഒന്നാമത്തെ പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ 7%. രണ്ടാമത്തെ പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ 6% ഒരു വർഷം കഴിയുമ്പോൾ. ഒരു വർഷം കഴിയുമ്പോൾ ആകെ കിട്ടിയ പലിശ, ഒന്നാമത്തെ പദ്ധതിയിൽ നിന്നും രണ്ടാമത്തെ പദ്ധതിയിൽ നിന്നുമായി കിട്ടിയ പലിശ 6,750 രൂപയാണ്. എങ്കിൽ ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണക്ക് ചെയ്ത അതേപോലെ തന്നെ ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക നമുക്ക് x എന്നെടുക്കാം. അപ്പോൾ രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക ആകെ തുകയിൽ നിന്ന് x കുറയ്ക്കുക. 1,00,000 നിന്ന് x കുറയ്ക്കുക. 1,00,000 കുറയ്ക്കണം x. ഒന്നാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ, പദ്ധതിയിൽ നിക്ഷേപിച്ച തുക ഗുണിക്കണം 7/100. ആദ്യ 7% പലിശയാണ്. അപ്പം x ഗുണിക്കണം 7/100, 7x/100. രണ്ടാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ, രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 1,00,000 മൈനസ് x ആണ്. അപ്പോൾ 1,00,000 മൈനസ് x ഗുണിക്കണം 6/100. 6% പലിശയാണ് ലഭിച്ചത്. അപ്പോൾ 6/100 സമം ഇത് ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ
1,00,000 ഗുണിക്കണം എക്സ്, 1,00,000 ഗുണിക്കണം 6 ലക്ഷം മൈനസ് 6 ഗുണിക്കണം മൈനസ് എക്സ്, മൈനസ് 6x ബൈ 100. ഇത് ഒന്നാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ 7x/100. രണ്ടാം പദ്ധതിയിൽ നിന്ന് ലഭിച്ച പലിശ 6,00,000 മൈനസ് 6x/100. അപ്പോൾ ഒന്നാം പദ്ധതിയിൽ നിന്നും രണ്ടാം പദ്ധതിയിൽ നിന്നും കൂടെ ആകെ ലഭിച്ച പലിശ നമുക്ക് തന്നിട്ടുണ്ട് 6,750 അപ്പോൾ ഇതും കൂട്ടിയാൽ 6,750 രൂപ എന്ന് എഴുതാൻ പറ്റും. 7x/100 കൂട്ടണം 6,00,000 മൈനസ് 6x/100 സമം 6,750. ഇത് ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ ഛേദം തുല്യമാണ്. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഛേദം തുല്യമായാൽ അംശങ്ങൾ കൂട്ടി അതേ ഛേദം തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 7x കൂട്ടണം 6,00,000 മൈനസ് 6x അതേ ഛേദം തന്നെ 100 ഈക്വൽസ് 6,750. ഇത് ക്രിയ ചെയ്യുമ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കാം. ഇവിടെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 1 എന്ന് വിചാരിക്കണം. 1 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ അതേ സംഖ്യ തന്നെ, 1 കൊണ്ട് ഏത് സംഖ്യയും ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതാം. സമം ഇതും പാടെ ഗുണിക്കാം. 6,750 ഗുണിക്കണം 100. 6,750നെ 100 കൊണ്ട് ഗുണിക്കാൻ 6,750ന്റെ മുന്നിൽ 2 0 ചേർത്താൽ മതി. അതാണ് ഇത്. ഇനി ഇത് 7xൽ നിന്ന് 6x കുറയ്ക്കാം. 7xൽ നിന്ന് 6x കുറയ്ക്കുമ്പോൾ x കൂട്ടണം 6,00,000 ഈക്വൽസ് 6,75,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 6,75,000 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 1 കിട്ടാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. x സമം 6,75,000 കുറക്കണം 6,00,000, അത് കുറയ്ക്കുമ്പോൾ 75,000 കിട്ടുക. അപ്പോൾ x സമം 75,000 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുകയാണ് x. ഒന്നാം പദ്ധതിയിൽ 75,000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക കാണാൻ ആകെ നിക്ഷേപിച്ച തുകയിൽ നിന്ന് 75,000 രൂപ കുറച്ചാൽ മതി. ആകെ നിക്ഷേപിച്ച തുക 1,00,000 രൂപയാണ്. 1,00,000ൽ നിന്ന് 75,000 കുറച്ചാൽ 25,000. രണ്ടാം പദ്ധതിയിൽ നിക്ഷേപിച്ച തുക അപ്പോൾ 25,000 എന്ന് കിട്ടും.